എല്ലാവർക്കും നമ്മുടെ അടിപൊളി മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അടിപൊളി എന്ന് ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, അല്ല അത്ര മനോഹരമായിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ 3:20 ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3:20 കളക്ഷൻസാണ്. രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. അന്നേരം അറിയാൻ പറ്റും എന്തൊക്കെ ഡിസൈൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. കൂടുതലും മിക്സ് ആൻഡ് മാച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മിക്സ് ആൻഡ് മാച്ച് മതി. കൂടുതലും നമ്മൾ എല്ലാവരും ചോദിക്കുന്നതും എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ചായിട്ടുള്ള ഡിസൈൻസാണ് 3:20 ചോദിക്കുന്നത്. അപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റ് ഐറ്റം ഇങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും രാഹുൽ ടെക്സോ പ്രിൻറ്റിന് നിങ്ങൾ ബണ്ടിലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ എല്ലാ നൈറ്റിയുടെയും ഫുഡ് പ്രിൻ്റ് ആയിട്ട് ഇതുപോലെ രാഹുൽ ടെക്സോ പ്രിൻറ്റ് അൻമോൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. അൻമോൾ ക്വാളിറ്റി ആയിട്ട് നമ്മളെല്ലാം ചെയ്യണത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഹുൽ ടെക്സോ പ്രിൻറ്റ് അറിയാൻ പറ്റും. ഇതിൻ്റെ വില വന്നത് 160 പ്ലസ് GST ആണ്. അത് GST ഉൾപ്പെടെ 168 രൂപ റേറ്റ് വരും. 290 295 GSMൻ്റെ അടുത്ത് ക്വാളിറ്റി ഉണ്ട് ഈ മെറ്റീരിയലിന്. 320 കട്ടാണ്. പിന്നെ മിക്ക ഇപ്പോൾ എന്നാ പറയണം, മിക്സ് ആൻഡ് മാച്ചാണെങ്കിൽ മിക്കതും 10 കളറിൻ്റെ ചാർട്ടും, ഓൾ ഓവർ ആണെങ്കിൽ 5 കളറിൻ്റെ ചാർട്ടുമാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ അതിൻ്റെ ഡിസൈൻസ് കിട്ടും. ഈ ഡിസൈൻസ് അല്ലാണ്ട് തന്നെയുള്ള മറ്റേ മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ ഡിസൈൻസ് കിട്ടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10 പീസാണ്. റീറ്റെയിൽ നമ്മൾ നിലവിൽ ചെയ്യുന്നില്ല. പിന്നെ ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തുടക്കം തന്നെ ഒരു വീഡിയോ കൊണ്ട് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ കാരണം 1-ാം തീയതി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നമ്മൾ ഒരുപാട് നാൾ വീഡിയോസ് കുറച്ചൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നുണ്ട് വീഡിയോ ചെയ്ത് കിട്ടണം എന്നുള്ളൊരു ഇത് പറയണ കാരണം നമ്മൾ ഇപ്പോൾ അവർക്കും റെഫറൻസാണ്. ഡിസൈൻസ് നോക്കുമ്പോൾ ഫോട്ടോയിൽ മനസ്സിലായി നേരെ വീഡിയോ നോക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പം മിക്ക എല്ലാം കിട്ടണതെല്ലാം വീഡിയോ ചെയ്ത് ഇടാൻ 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നാ പറയുക, നമ്മുടെ ഷോപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പുതിയ കസ്റ്റമറും വന്ന ഇതൊക്കെയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചൊരു വർഷമായിരുന്നു 2023. എല്ലാവർക്കും നല്ലൊരു വർഷമാണെന്ന് വിചാരിക്കുന്നു. 2024 എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തുടക്കം തന്നെ ആശംസിക്കുകയാണ്. ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ബുദ്ധിമുട്ടണം എന്നൊന്നുമില്ല. നമ്മുടെ കാറ്റലോഗ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻസ് എല്ലാം നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച് ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ 290 മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, ചോദിച്ചാൽ മതി, അതിൻ്റെ ഡിസൈൻസ് ഇട്ട് തരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയും നമ്മൾ മെറ്റീരിയൽസ് അയക്കുന്നുണ്ട്. അപ്പോൾ പാഴ്സൽ സർവീസ് വഴി അയക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 40 പീസെങ്കിലും എടുക്കണം. ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയറൊക്കെ വഴി കുറഞ്ഞ എണ്ണങ്ങൾ മാത്രമാണ് അയക്കണുള്ളൂ. ഇപ്പോൾ എന്നാ പറയുക, ഹോം ഡെലിവറി വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇന്ത്യ പോസ്റ്റിൽ എടുക്കുക. അല്ലാണ്ട് ഔട്ട് സൈഡ് ഉള്ളവർ മാത്രം ഇന്ത്യ പോസ്റ്റിൽ എടുക്കുക. ഔട്ട് സൈഡ് കേരള ഉള്ളവർ അല്ല. നിങ്ങൾക്കിപ്പോൾ അടുത്തുള്ള ടൗണിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊറിയർ, ഏറ്റവും ബെറ്റർ പാഴ്സലാകുമ്പോൾ നമുക്കൊരു 160 മുതൽ 190 രൂപയാണ് പാഴ്സൽ ചാർജ് വരുള്ളൂ. ആ റേറ്റിനകത്ത് നിങ്ങൾക്ക് 40 മുതൽ 120 പീസ് വരെ എടുക്കാനും പറ്റും. കൊറിയറൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു 25 പീസിനാണെങ്കിൽ 175 രൂപ വരും. ഇപ്പോൾ അങ്ങനെയാണ് കൊറിയറിൻ്റെ ചാർജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി 10 പീസിന് 140 രൂപ വരും. ഷോപ്പിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ ഷോപ്പ് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നേരിട്ട് വരാനുള്ളവർ നേരിട്ട് വരിക. പിന്നെ ബണ്ടിലായിട്ടും ബെയിലായിട്ടൊക്കെ വേണ്ടവർ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടുതരാം. പിന്നെ ഒരുപാട് പേര് പറയേണ്ടതാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കണില്ലാത്തതിൻ്റെ കാര്യം, നമ്മൾ ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ ഷോപ്പിലായിരിക്കും. പിന്നെ യൂഷ്വലി ഒരു 9 മണി വരെയൊക്കെയാണ് നമ്മൾ വാട്സാപ്പിലും രാത്രി 9 മണി വരെയൊക്കെയാണ് റിപ്ലൈ കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ നിങ്ങളൊരു ഓർഡർ ചെയ്തു, അപ്പോൾ അതിന് മുമ്പും പലരുടെ ഓർഡർ ഉണ്ടാവും. അപ്പോൾ അത് സമയം അനുസരിച്ചാണ് നമ്മൾ ഓർഡർ കറക്റ്റ് എടുക്കുകയുള്ളൂ. ആദ്യം ഓർഡർ ചെയ്താൽ ആദ്യം ഐറ്റം നമ്മൾ കൊടുക്കും, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആളുടെ ഓർഡർ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ ഓർഡർ ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു ഡിലേ, എന്തെങ്കിലും ഒരു കളർ ഇല്ല എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ നോക്കുക. എന്ന് വെച്ചാൽ അടുത്ത ആൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ തീർന്നു പോയെന്ന് വരാം. ഇപ്പോൾ 1-2 പേരായിട്ട് ഇപ്പോൾ ചെറിയൊരു സംസാരം ഉണ്ടായി, അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം വീഡിയോയിൽ പറയണത്. പിന്നെ GST നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, അല്ല ഷോപ്പ് നടത്തുന്നവരാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് ബില്ല് ചെയ്യണമെന്ന് മുൻകൂട്ടി പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊറിയർ വഴിയാണ് ഐറ്റം അയക്കുന്നത്. ഷോപ്പ് നടത്തുന്നവർക്കാണെങ്കിൽ അവരവിടെ ഷോപ്പിൽ കൊണ്ടുവന്ന് തരേണ്ട ബാധ്യത അവർക്കുണ്ട്. അപ്പോൾ നമ്മളത് ഷോപ്പിൻ്റെ പേരിൽ അയക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. പിന്നെ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് GST നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നീട് അത് എഡിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അത് മുൻകൂറായി പറയുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റം അയച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് എഡിറ്റിങ് നടക്കില്ല. അപ്പോൾ അത് GST ബില്ലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ താഴെ തന്നെ പറഞ്ഞേക്കുക. GST നമ്പർ തന്നാൽ മതി. നമ്മൾ GST ബില്ലും നൈറ്റി മെറ്റീരിയൽ കൂടാതെ തന്നെ നമുക്ക് സാധാരണ ഇപ്പോൾ എന്താ പറയുക, നൈറ്റി മെറ്റീരിയൽ, സ്റ്റിച്ചഡ് നൈറ്റീസ്, കുർത്തീസ്, ടോപ്പ്, കോട്ടൺ ഷോൾ, അണ്ടർസ്കർട്ട്, ഈ ഐറ്റംസ് എല്ലാം നമുക്ക് നിലവിലുണ്ട്. ഇതെല്ലാം ഹോൾസെയിൽ മാത്രമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ നമ്മൾ അടുത്ത് തന്നെ ചെയ്യും. അപ്പോൾ എന്നത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അടുത്ത് തന്നെ ചെയ്യും. ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു, 1 പീസ് 2 പീസ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് ചോദിച്ച്. നമ്മൾ അടുത്ത് തന്നെ റീറ്റെയിൽ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീറ്റെയിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്തായാലും അറിയിക്കും. റീറ്റെയിൽ ഓർഡർ എന്നുണ്ടെങ്കിൽ ഈ നമ്പർ ആയിരിക്കില്ല, വേറെ നമ്പർ ആയിരിക്കും റീറ്റെയിൽ ഓർഡറൊക്കെ എടുക്കാൻ.
പിന്നെ മാർക്കറ്റ് റേറ്റ് തന്നെയായിരിക്കും റീറ്റെയിലിനകത്ത് വന്നത്. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ കസ്റ്റമർ എന്ത് വിലയ്ക്ക് വിൽക്കണോ ആ വിലയ്ക്ക് തന്നെയാണ് നമ്മളും ഇവിടുന്ന് റീറ്റെയിലിൽ സെയിൽ ചെയ്യുള്ളൂ. ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇത് 2 വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നെഫ്റ്റോ RTGS IMPS ഏത് വഴിയാണെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല, നമ്മൾ ചെയ്യണമില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെയല്ല. പിന്നെ മിക്സ് ആൻഡ് മാച്ചിനകത്ത് വരുന്ന മിക്സും മാച്ചും ഒരുമിച്ച് എടുക്കണം, അത് സിംഗിളായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മിക്കവരും എന്നാ പറയുക സിംഗിളായിട്ട് കിട്ടുമോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയണത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നമ്മൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രോത്സാഹനവും നമുക്ക് ആവശ്യമുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് തുറന്ന് പറയാം. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഒരു എസ്റ്റിമേറ്റ് വേണം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് തുറന്ന് സംസാരിക്കാം. നമ്മളതിന് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്നാ പറയുക ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാ ഡിസൈൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഷോപ്പിലെ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഷോപ്പ് റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടികൾ പോകുന്ന സൗണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിക്ക് മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പിന്നെ ഡേറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡേറ്റ് ഇടേണ്ട കാര്യമില്ല. ശരിക്കും ഓൾറെഡി ഡേറ്റ് നമ്മുടെ ക്യാപ്ഷൻ്റെ അല്ലെങ്കിൽ അവിടെ വീഡിയോയിലെ ലിങ്കിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയാൽ മതി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ എല്ലാ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഡിസൈൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.